الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, എൻ്റെ ശബ്ദം അടുത്തു നിന്നും അകലെ നിന്നും ഓൺലൈനിലും ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവർ, പറവണ്ണയിലെ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ ചരിത്രം എന്ന വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഏതാനും നിമിഷങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ സംസാരിച്ചുകൊണ്ട് ഈ മഹത്തായ മഹല്ല് സംഗമത്തിൻ്റെ തുടക്കം കുറിക്കണം എന്നാണ് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പറവണ്ണയിലെ മുസ്ലിം നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മൂന്നാം തലമുറയിലെ അല്ലെങ്കിൽ നാലാം തലമുറയിലെ ഒരു കണ്ണിയാണ് ഞാൻ. ഇന്ന് അത് അഞ്ചാമത്തെയോ ആറാമത്തെയോ ഒക്കെ തലമുറയിലേക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മക്കൾ എത്തി നിൽക്കുകയാണ്. എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ എൻ്റെ ഉമ്മയുടെ ഉപ്പ ഹംസ മുസ്ലിയാർ, അദ്ദേഹം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമൊക്കെ ഉപജീവന വഴിയായി സ്വീകരിച്ചിരുന്ന യാഥാസ്ഥിതിക സമ്പ്രദായങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് വെള്ളം മന്ത്രിക്കുകയും നൂല് കെട്ടിക്കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആ ഒരു യാഥാസ്ഥിതിക അന്ധവിശ്വാസ പരിസരത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഹംസ മൗലവിയായി ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നു. വീട്ടുപേര് ഈ അടുത്ത കാലം വരെയും മൗലവി മൻസിൽ എന്നാണ് ഉണ്ടായിരുന്നത്. ഇപ്പം എൻ്റെ ഉമ്മയുടെ ഉപ്പ, ഞാൻ മൂന്നാമത്തെ തലമുറയാണ് അങ്ങനെ വരുമ്പോൾ. അതിനേക്കാൾ മുൻപ് ഇവിടെ മുജാഹിദുകളായിട്ടുള്ള ഒരുപാട് ആളുകൾ എൻ്റെ മുന്നിൽ തന്നെ അവരുടെ പിൻതലമുറകൾ ഇരിക്കുന്നുണ്ട്. ഒരു പക്ഷെ അഞ്ചാമത്തെയോ ആറാമത്തെയോ തലമുറയിലേക്ക് കടന്ന കൊച്ചുകുട്ടികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറയുന്നത്, നവോത്ഥാനം എന്ന് പറയുന്നത് പറവണ്ണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ സംഗതിയല്ല. 100 വർഷത്തിനപ്പുറം, 125 വർഷത്തിനപ്പുറം സംഘടിതമായ പ്രവർത്തനങ്ങൾക്ക് തന്നെ പഴക്കമുള്ള ഒരു പ്രദേശത്താണ് നമ്മൾ സംസാരിക്കുന്നത്. പറവണ്ണ എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യകാല മുസ്ലിം ആവാസ കേന്ദ്രങ്ങളിൽ പെട്ടതാണ് ഈ പറവണ്ണയും അതിൻ്റെ സമീപത്തെ തീരപ്രദേശങ്ങളുമൊക്കെ. ഇന്ത്യയിൽ ആദ്യകാലത്ത് തന്നെ മുസ്ലിങ്ങൾ വന്ന് കൂട്ടമായി താമസിക്കാൻ, സമൂഹമായി താമസിക്കാൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ പെട്ടതാണ് നമ്മുടെ പറവണ്ണ. ഈ പറവണ്ണയിലെ വലിയ ചരിത്രം സംഭവിച്ചിട്ടുണ്ട്. അധിനിവേശ ശക്തികൾക്കെതിരിൽ, പോർച്ചുഗീസുകാർക്കെതിരിൽ ഒക്കെ വലിയ പോരാട്ടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. നമ്മുടെ പറവണ്ണ ജുമാഅത്ത് പള്ളിയുടെയും അതുപോലെ പഴയ ഖബർസ്ഥാനുകളിലെ ഒക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരുപാട് ഷഹീദുകൾ ഈ പോർച്ചുഗീസുകാർക്കെതിരിലും മറ്റുമുള്ള അധിനിവേശ ശക്തികൾക്കെതിരെയുള്ള യുദ്ധങ്ങളിൽ ഷഹീദായ ആളുകളെ നമുക്ക് കാണാം. കേരളത്തിലെ ആദ്യത്തെ ചരിത്ര ഗ്രന്ഥം എന്ന് പറയുന്നത്, കേരളത്തിൽ ആദ്യമായി രചിക്കപ്പെട്ട പൊതുവായിട്ടുള്ള ഒരു ചരിത്ര ഗ്രന്ഥം തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥമാണ്. എന്ന ആ പറമ്പും പരിസരവുമാണ് യഥാർത്ഥത്തിൽ പറവണ്ണയുടെ ഒരു സ്രോതസ്സായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആ പറന്നൂരാണ് പിന്നീട് പറവണ്ണയായി മാറിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് വളരെ വ്യക്തമായിട്ട് അച്ചടിക്കപ്പെട്ട പുസ്തകത്തിൽ, അച്ചടിക്കപ്പെട്ടത് പിന്നീടാണ്,
ബാറന്നൂർ, പറന്നൂർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആദ്യമായി രചിക്കപ്പെട്ട കേരള ചരിത്ര ഗ്രന്ഥത്തിൽ തന്നെ പോർച്ചുഗീസുകാർക്കെതിരിൽ പറവണ്ണയിൽ നടന്ന യുദ്ധങ്ങളെ പറ്റി, പോരാട്ടങ്ങളെ പറ്റി വളരെ കൃത്യമായി വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതേപോലെ ഇവിടുത്തെ നവോത്ഥാന സംരംഭങ്ങളുമായി പറയുമ്പോൾ ഇവിടുത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് 125 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ്. ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനം ഒരുപക്ഷെ അതിനു മുമ്പ് ആരംഭിച്ചതാണ്. ഔദ്യോഗികമായിട്ട് സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നമ്മുടെ നാട്ടിൽ ആരംഭിച്ചിട്ട് 125 വർഷമായി. 1900-ലാണ് മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന്റെ കീഴിൽ പറവണ്ണയിലെ ലോവർ എലിമെന്ററി സ്കൂള് സ്ഥാപിതമായത്. അതായത് 1 മുതൽ 5 വരെയുള്ള LP സ്കൂള്. അന്ന് 1 മുതൽ 5 വരെ, പിന്നെ 6, 7, 8, പിന്നെ 9, 10 ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ 1 മുതൽ 5 വരെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനം ഗവൺമെന്റിന്റെ കീഴിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് 1900-ൽ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന്റെ കീഴിൽ നമ്മളെ പറവണ്ണയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ മുമ്പ് കുട്ടികൾക്ക് മതവിദ്യാഭ്യാസവും പൊതുവിദ്യാഭ്യാസവും നൽകുന്ന 2 ഓത്തുപള്ളികൾ പറവണ്ണയിൽ ഉണ്ടായിരുന്നു. ആലിൻചുവട് മറ്റൊരു സ്കൂളും ഉണ്ടായിരുന്നു. പക്ഷെ 1932-ൽ ഉണ്ടായ വലിയ, നമ്മളൊക്കെ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ടാവും, വലിയ കൊടുങ്കാറ്റിൽ ആ കെട്ടിടം നിലംപൊത്തുകയും പിന്നീട് ആ സ്കൂൾ നിർത്തി ആ കുട്ടികൾ പറവണ്ണ സ്കൂളിലേക്ക് ചേരുകയുമാണ് ഉണ്ടായത്. അതേപോലെ പറവണ്ണ സ്കൂളിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു പെണ്ണ് സ്കൂൾ ഉണ്ടായിരുന്നു. ആ പെണ്ണ് സ്കൂളും ഈ സ്കൂളിലേക്ക്, ലോവർ എലിമെന്ററി സ്കൂളിൽ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന്റെ ഗവൺമെന്റിന് കീഴിലുള്ള ആ സ്കൂളിൽ ലയിക്കുകയാണ് ഉണ്ടായത്. ഇതേപോലെ എഴുത്തുമ്മമാരുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, കൂട്ടായിലൊക്കെ 100 വർഷത്തിലധികം രേഖപ്പെടുത്തപ്പെട്ട ചരിത്രം തന്നെയുള്ള എഴുത്തുമ്മാന്റെ സ്കൂള് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു. നമ്മുടെ ബഷീർ മാസ്റ്റർ ദീർഘകാലം നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ പറവണ്ണയിലും മണ്ഡലത്തിലും ജില്ലയിലുമൊക്കെ നേതൃത്വം നൽകിയിരുന്ന, ഇന്നും ജീവിച്ചിരിക്കുന്ന ബഷീർ മാസ്റ്ററുടെ ഉമ്മ ഒരു എഴുത്തുമ്മയായിരുന്നു. അവരുടെ കീഴിൽ ഒരുപാട് കുട്ടികൾക്ക് ദീനി വിദ്യാഭ്യാസം അതോടൊപ്പം പൊതുവിദ്യാഭ്യാസവും നൽകാൻ അങ്ങനെയുള്ള ഒരുപാട് എഴുത്തുമ്മമാർ ഉണ്ടായിരുന്നു. അതേപോലെ അലിയില്ലത്ത് ആരംഭിച്ചിട്ടുള്ള ഓത്തുപള്ളിയിലും വളരെ ദൂരെ നിന്ന് വന്നിവിടെ താമസിച്ച് കുട്ടികൾക്ക് അറിവ് പഠിപ്പിച്ചിരുന്ന ഓത്തുമ്മമാരൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഞാൻ ആദ്യം പറഞ്ഞ 1900-ൽ ഉണ്ടാക്കിയ ഈ ലോവർ എലിമെന്ററി സ്കൂള് 1958-ലാണ് UP സ്കൂളായിട്ട് ഉയർത്തിയത്. ഇത് ആ UP സ്കൂളായി ഉയർത്തിയ അന്ന് മുതൽക്ക് തന്നെ UP പോരാ, ഹൈസ്കൂളാക്കി ഉയർത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതും ഈ പറവണ്ണയിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ തന്നെയായിരുന്നു. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെ പറയുമ്പോൾ നമുക്ക് ഒരിക്കലും കളയാൻ പാടില്ലാത്തൊരു പേരാണ് CK കുഞ്ഞഹമ്മദ് ഹാജി. നമ്മുടെ MK മജീദ് മാസ്റ്ററുടെ ഉപ്പ CK കുഞ്ഞഹമ്മദ് ഹാജി. അതേപോലെ PT അലിക്കുട്ടി ഹാജി, നമുക്കൊക്കെ അറിയാവുന്ന. അതേപോലെ CP ഉമ്മർ സാഹിബ്, നമ്മുടെ ചാന്ദിരകത്ത് അബ്ദുസമദ് സാഹിബിന്റെ ഉപ്പ, ബാപ്പുട്ടിയാക്കാനൊക്കെ ഉപ്പ CP ഉമ്മർ. അതേപോലെ VEM മുഹമ്മദ്, ഈ തുടങ്ങിയ ആളുകളാണ് 1958-ൽ UP സ്കൂളിൽ നിന്ന് ഇത് ഹൈസ്കൂൾ ആക്കണം, അതിനുവേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ ആ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുത്തതിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഭാരവാഹികളൊക്കെ ആയിരുന്ന ആളുകൾ. അപ്പൊ ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറയുന്നത് കേവലം മതപരമായ പള്ളി മദ്രസകൾ സ്ഥാപിക്കുക മാത്രമല്ല, സമൂഹത്തിന് പൊതുവിദ്യാഭ്യാസം അടക്കമുള്ള സമൂഹത്തിന് വികസനത്തിന് വേണ്ടി എന്തെല്ലാം ആവശ്യമാണോ അതൊക്കെ നൽകാൻ, ഈ നാട്ടിലെ സ്കൂളുകൾ കൊണ്ടുവരുന്നതിന്, മറ്റ് സ്ഥാപനങ്ങൾ കൊണ്ടുവരുന്നതിനൊക്കെ നേതൃത്വം നൽകുക എന്ന നവോത്ഥാന പരിശ്രമങ്ങൾക്ക് നമ്മുടെ നേതാക്കന്മാരായ ആളുകൾ നമ്മുടെ ഈ ശാഖയിൽ ഏർപ്പെട്ടിരുന്നു എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ അതേ ഹൈസ്കൂൾ ആക്കി അനുവദിക്കുന്നതിന് വേണ്ടി സർക്കാരിന്റെ നടപടിക്രമങ്ങൾ, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് സർക്കാരാണ്. ബ്രിട്ടീഷ് സർക്കാർ എന്ന് പറഞ്ഞാൽ, ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ നൂലാമാലകൾ, ഒരുപാട്
ഫയൽ വർക്കുകൾ, നടപടിക്രമങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ എന്ത് കാര്യങ്ങൾ പാസ്സായി കിട്ടണമെങ്കിൽ. വളരെ കർശനമായ നിയന്ത്രണങ്ങളാണ് ബ്രിട്ടീഷുകാരെ നമ്മളെ ഭരിക്കുമ്പോൾ ഉണ്ടാക്കിയിരുന്നത്. അതൊക്കെ മറികടന്ന് ഈ ഹൈസ്കൂള് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി അന്ന് പ്രവർത്തിച്ചത് എൻ്റെ മുന്നിലിരിക്കുന്ന നമ്മുടെ അബ്ദുറഹീം അൻസാരി, സലീം, അൻവർ, ഇവരുടെയൊക്കെ ഉപ്പയായിരുന്ന പി കുഞ്ഞുബാവ സാഹിബാണ്. അദ്ദേഹം അന്ന് മലപ്പുറം DEO ഡിഫ്രിത്തിന്റെ PA ആയിട്ട് മലപ്പുറത്ത് ജോലി ചെയ്യുകയായിരുന്നു. ഇപ്പൊ സർക്കാരിന്റെ എല്ലാ കടലാസുകളും വേഗത്തിലാക്കി ഹൈസ്കൂള് അനുവദിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചത് പിന്നീട് നമ്മുടെ ജമിയത്ത് സലഫിന്റെ പ്രസിഡന്റൊക്കെ ആയി തീർന്ന പി കുഞ്ഞുബാവ സാഹിബ് ആയിരുന്നു. ഇതേപോലെ തന്നെ സ്കൂൾ അനുവദിച്ച് കിട്ടി. സ്കൂളിന് കെട്ടിടം വേണം. അന്നത്തെ കാലത്തൊക്കെ ഒരു കെട്ടിടം വരിക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. സ്കൂളിന്റെ കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഒരു വലിയ കമ്മിറ്റി ഉണ്ടാക്കി. അതിലും നമ്മുടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് പറവണ്ണയിൽ നേതൃത്വം കൊടുത്തിരുന്ന CMP, ഈ നേരത്തെ പറഞ്ഞ ആളുകൾക്ക് പുറമെ CMP മുഹമ്മദ് കുട്ടി ഹാജി, അതേപോലെ P അബ്ദുള്ള ഹാജി എൻ്റെ വല്യപ്പ, അതേപോലെ PT അബ്ദുള്ള കുട്ടി ഹാജി നമ്മളെ തേറോട്ടില് പിന്നീട് AU ആയിട്ട് വിരമിച്ച, അതേപോലെ PP മൊയ്തീൻകുട്ടി ഹാജി നമ്മുടെ ശംസു കമറുവിൻ്റെ ഒക്കെ ഉപ്പ PP മൊയ്തീൻകുട്ടി ഹാജി തുടങ്ങിയ ആളുകളാണ് ആ കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്നത്. ഒരുപാട് ആളുകൾ വേറെയും ഉണ്ട്. കുറച്ച് ആളുകൾ നിങ്ങൾക്ക് അറിയുന്ന ആളുകളെ പേരെടുത്ത് പറയുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് 1962 ജൂൺ 7 വൈകുന്നേരം 5 മണിക്ക് പറവണ്ണ സെൽഫി മൈതാനിയിൽ വെച്ചാണ് ഈ സ്കൂളിന്റെ ഉദ്ഘാടനം നടന്നത്. പറവണ്ണ ഇന്നും വിശാലമായി കിടക്കുന്ന പറവണ്ണ സെൽഫി മൈതാനത്ത് വെച്ചാണ് 1962 ജൂൺ 7 വൈകുന്നേരം 5 മണിക്ക് പറവണ്ണ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ഉദ്ഘാടനം അന്നത്തെ MLA ആയിരുന്ന ബാവ ഹാജിയുടെ അധ്യക്ഷതയിൽ നേരത്തെ പറഞ്ഞ DEO ഡിഫ്രിത്ത് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഇപ്പൊ ഇതെന്തുകൊണ്ട് ആ ഒരു 100-125 വർഷം മുമ്പ് തന്നെ പറവണ്ണയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിതമായി എന്ന് ആലോചിച്ച് നോക്കിയാൽ കേരള മുസ്ലിം നവോത്ഥാന പരിശ്രമങ്ങൾ കേരളത്തിൽ ഒട്ടാകെ ആരംഭിച്ച കാലത്ത് തന്നെ പറവണ്ണയിലും അത് ആരംഭിച്ചിരുന്നു എന്നുള്ളതാണ്. നമ്മൾ കേരള മുസ്ലിം നവോത്ഥാനത്തെ പറ്റി പറയുമ്പോൾ ഒന്നാമത് പറയുന്ന പേര് വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവിയുടെ പേരാണ്. വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവി പറവണ്ണയിൽ സന്ദർശനം നടത്തുകയും ആളുകളെ വിദ്യാഭ്യാസത്തിനും നവോത്ഥാനത്തിനും ഒക്കെ വേണ്ടി പ്രേരിപ്പിച്ചിരുന്നു എന്ന് ബഷീർ മാസ്റ്റർ പറവണ്ണയുടെ ചരിത്രത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. പിന്നീടുണ്ടായ പറവണ്ണയിലെ വിദ്യാഭ്യാസ മുന്നേറ്റം വക്കം മൗലവിയുടെ കൂടി ഒരു ആഹ്വാനത്തിന്റെ പ്രോത്സാഹനത്തിന്റെ ഭാഗമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. വക്കം മൗലവിക്ക് പറവണ്ണയിലുള്ള സ്വാധീനത്തെ കുറിച്ച് അതിന്റെ ദൃക്സാക്ഷിയാണ് ഞാൻ രേഖകൾ വെച്ചിട്ട്. വക്കം മൗലവിയുടെ ഗ്രന്ഥങ്ങളെ കുറിച്ച് ഒരു ചരിത്രാന്വേഷി എന്ന നിലയ്ക്ക് ഞാൻ അന്വേഷണം നടത്തിയപ്പോൾ ഏറിയ ഗ്രന്ഥങ്ങളും ലഭിച്ചത്, അദ്ദേഹത്തിന്റെ കണ്ടുകിട്ടാത്ത ഗ്രന്ഥങ്ങൾ മിക്കതും ലഭിച്ചത് നമ്മുടെ പറവണ്ണയിൽ നിന്നാണ്. കാരണം ആ ഗ്രന്ഥങ്ങളൊക്കെ KV കോയ മൊയ്തീൻ, KVO കോയ മൊയ്തീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, പക്ഷെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന KV കോയ മൊയ്തീൻ എന്നാണ്. അദ്ദേഹത്തിന്റെ ശീല നമ്മുടെ കയ്യിലുണ്ട്. KV കോയ മൊയ്തീൻ എന്നാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. KVO എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നില്ല, പക്ഷെ ഇന്ന് KVO എന്ന് പറഞ്ഞാലേ നമുക്ക് അറിയുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് അലീലത്ത് മദ്രസ അദ്ദേഹം സ്ഥാപിച്ചിരുന്നു. നമ്മുടെ ഈ മദ്രസകളൊക്കെ പറവണ്ണ ജമിയത്ത് സലഫിന്റെ കീഴിലുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നമ്മൾ ഇന്ന് കാണുന്ന മദ്രസകളൊക്കെ തുടങ്ങുന്നതിന്റെ എത്രയോ മുമ്പ് അലീലത്ത് മദ്രസ തുടങ്ങിയ ആ മദ്രസയുടെ പേര് സലഫി മദ്രസ എന്നായിരുന്നില്ല, അലീല മദ്രസ എന്നായിരുന്നു. ആ അലീല മദ്രസയിൽ അധ്യാപികമാരുണ്ടായിരുന്നു, കുട്ടികളെ പഠിപ്പിക്കാനും കുട്ടികളെ അവിടെ പഠിപ്പിച്ചിരുന്നു. ഒരു നല്ല ലൈബ്രറി, അക്കാലത്തെ നല്ലൊരു ലൈബ്രറി കോയ മൊയ്തീൻ സാഹിബ് അലീലത്ത് ഉണ്ടായിരുന്നു. ആ ലൈബ്രറി ഉണ്ടായിരുന്നു. ഈ ലൈബ്രറി പിന്നീട് കോയ മൊയ്തീൻ സാഹിബിന്റെ മരണശേഷം നമ്മുടെ സിറാജുൽ ഉലൂം ലൈബ്രറിയിലേക്ക് അതിലെ അന്നുണ്ട് അവശേഷിച്ച പുസ്തകങ്ങൾ കൈമാറുകയുണ്ടായി. ഇന്നും ആ പുസ്തകങ്ങൾ നമ്മുടെ CH ഒക്കെ കൊണ്ടു നടക്കുന്ന സിറാജുൽ ഉലൂം ലൈബ്രറിയിലെ ആ പുസ്തകങ്ങൾ ഇന്നും കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ അലീല മദ്രസയുടെ മാനേജറായിട്ട് സീലില് നമ്മൾ കാണുന്നൊരു പേര് KV അബൂബക്കർ എന്നാണ്. അത് ആരാന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എൻ്റെ മുന്നിലുള്ള പ്രായമുള്ള സൈനികാക്ക പോലുള്ള ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് അറിയാമായിരിക്കും. KV അബൂബക്കർ, മാനേജർ, അലീല മദ്രസ പറവണ്ണ, സൗത്ത് മലബാർ എന്നാണ് ആ സീലില് പുസ്തകങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. ഇത് കൃത്യമായ രേഖയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്.
ഇതേപോലെ തന്നെ മറ്റൊരു സംഭവമാണ്, ഇന്നിപ്പോ ഈ കാണുന്ന കെട്ടിടങ്ങളൊന്നുമില്ല. നമ്മൾ തുടങ്ങിയ സലഫി മദ്രസ കെട്ടിടം ഇന്നില്ല. നമ്മൾ തുടങ്ങിയ അലമുൽ ഹുദ മദ്രസയുടെ കെട്ടിടം ഇന്നില്ല. നമ്മൾ തുടങ്ങിയ പറവണ്ണ സലഫി പള്ളിയുടെ നിറമരുതൂര് സലഫി പള്ളിയുടെ കെട്ടിടം ഒന്നും ഇല്ല. പക്ഷെ പഴയ കാലത്ത് നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയിരുന്ന ഒരു കെട്ടിടം ഇന്നും പറവണ്ണയിലുള്ളത് 1905 പണിത, ഇന്നും 1905 അവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. പറവണ്ണ മദ്രസ നൂരിയുടെ കെട്ടിടമാണ്. ആ മദ്രസ നൂരിയ എന്ന് പറയുന്ന ദർസ്, പറവണ്ണ ജുമാഅത്ത് പള്ളിയോട് ഇന്നും അവിടെ ദർസുണ്ട്. അവിടെ പഠിപ്പിച്ചിരുന്ന പ്രമുഖനായ അധ്യാപകൻ KM മൗലവി ആയിരുന്നു. KM മൗലവി അവിടെ താനെ വന്നതല്ല, അദ്ദേഹത്തിന്റെ ഭാര്യാപിതാവും ഗുരുനാഥനുമായ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ നിർദ്ദേശപ്രകാരമാണ് KM മൗലവി അദ്ദേഹത്തിന്റെ ചാലിലകത്തിന്റെ ശിഷ്യന്മാരെ മണ്ണാർക്കാട്, വാഴക്കാട്, നല്ലളം, ഇങ്ങനെ പല കേരളത്തിന്റെ പല ദിക്കുകളിൽ പോയിട്ട് അവർ ദർസുകൾ നടത്തി. ആ കൂട്ടത്തിൽ KM മൗലവിക്ക് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി നിർദ്ദേശിച്ചു കൊടുത്ത സ്ഥലം പറവണ്ണയായിരുന്നു. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് പഴയ കാലത്ത് ഇസ്ലാഹി ചലനങ്ങൾ ഉണ്ടായി എന്നതിന്റെ ഉത്തരമാണ് ഞാൻ പറയുന്നത്. KM മൗലവിയുടെ ഒക്കെ ശിഷ്യത്വത്തിൽ വളർന്ന പണ്ഡിതന്മാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ട്. ഇതിനൊക്കെ ഞാനീ പറയുന്ന ഈ 100 വർഷത്തിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ പറവണ്ണയിൽ വേറെയും പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മൾ ഇന്ന് പറയുന്ന അർത്ഥത്തിൽ അവർ ഇസ്ലാഹികളായിരുന്നിരിക്കില്ല. കുന്നത്തകത്ത് കോയാമു മുസ്ലിയാർ എന്ന പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, അറബി മലയാളത്തിലുള്ള. അദ്ദേഹം യാഥാസ്ഥിക പക്ഷത്ത് നിൽക്കുന്ന പണ്ഡിതനാണെങ്കിലും അറിവിൽ അവഗാഹം നേടിയ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച പണ്ഡിതനായിരുന്നു കുന്നത്തകത്ത് കോയാമു മുസ്ലിയാർ. അതേപോലെ തന്നെ എൻ്റെ വല്ലിപ്പ ഹംസ മൗലവിയുടെ മരുമകനായിട്ടുള്ള പഴയ പുത്തം വീട്ടിൽ അബ്ദുള്ള മൗലവി, അദ്ദേഹമൊക്കെ വലിയ പണ്ഡിതനായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള പിന്നെ ഇപ്പൊ പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർക്ക് മുമ്പ്, അല്ലെങ്കിൽ സംഘടിതമായ ഇസ്ലാഹി പ്രസ്ഥാനവും മറ്റും ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരുപാട് പണ്ഡിതന്മാർ ഉണ്ടായിരുന്നു. അത് ഇതിലൊരു ദീനി മണ്ണ് ഇവിടെ പാകപ്പെടുന്നത് തീർച്ചയായിട്ടും അത് കളമൊരുക്കിയിട്ടുണ്ട്. പക്ഷെ പറവണ്ണ എന്ന പേര് പുറത്ത് അറിയപ്പെടാൻ തുടങ്ങിയത് പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ. ആ പേര് പറവണ്ണ എന്നാ പറയാ. അദ്ദേഹം ഇപ്പൊ മഞ്ചേരിയിൽ പ്രസംഗിക്കുകയാണെങ്കിൽ പറയാ പറവണ്ണ മഞ്ചേരിയിൽ നിന്നാണ്. ഇപ്പൊ പറവണ്ണ എന്നുള്ള ഒറ്റ വാക്കിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹവും KM മൗലവിയുടെ കൂടെ പ്രവർത്തിച്ചിരുന്ന ആളാണ്. ഇന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയും അതിന്റെ വിദ്യാഭ്യാസ ബോർഡിന്റെ സ്ഥാപകനുമായിരുന്നെങ്കിലും ഒരു കാലത്ത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഇസ്ലാഹി ആദർശത്തിന്റെ പ്രയോക്താവും പ്രചാരകനുമായിരുന്നു പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ. ഒരു പക്ഷേ നമ്മളാളുകൾക്ക് അറിയില്ല, യാഥാസ്ഥികർ അത് അംഗീകരിച്ചു തരികയുമില്ല. എൻ്റെ കയ്യിൽ അതിന് രേഖാമൂലമുള്ള തെളിവുകളുണ്ട്. നമ്മൾ ഇന്ന് പറയുന്ന അതേ ആശയങ്ങൾ പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ അന്ന് എഴുതിയിരുന്ന ലേഖനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഒരു സുന്നി യുവ പണ്ഡിതൻ പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാരെ സംബന്ധിച്ച് പുസ്തകം എഴുതിയപ്പോൾ അതിന് കുറെ രേഖകൾ ഞാൻ നൽകുകയുണ്ടായി. അവരോട് ഞാൻ ഈ വിഷയം ചർച്ച ചെയ്യുകയുണ്ടായി. അത് എൻ്റെ മുന്നിലുള്ള ഒരു പക്ഷേ സൈനുദ്ദീൻ കാക്ക മുതൽക്കുള്ള പ്രായമുള്ള ആളുകൾക്ക് ഒക്കെ അറിയാം. ഒരു കാലത്ത് പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ കൂടെയായിരുന്നു എന്നത് അറിയാം. എനിക്ക് തോന്നുന്നു ഉമർ മൗലവി അദ്ദേഹത്തിന്റെ ഓർമ്മകളുടെ തീരത്ത് ചില ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ വീണ്ടും യാഥാസ്ഥിക പക്ഷത്തേക്ക് തന്നെ തിരിച്ചുപോയി എന്ന് എഴുതിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അങ്ങനെ അല്ലെങ്കിൽ മറ്റൊരു പണ്ഡിതൻ അത് വ്യക്തമായ അക്കാലത്ത് പറവണ്ണയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ അത് എഴുതുകയും ചെയ്തിട്ടുണ്ട്. എന്തു തന്നെ ആയാലും പറവണ്ണയുടെ പേര് പുറം ലോകത്ത് അറിയപ്പെടാൻ നിമിത്തമായിട്ടുള്ളത് പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ ആണ്. നമ്മുടെ അബ്ദുൽ ഗഫാർ, ഇപ്പൊ അദ്ദേഹത്തിന്റെ മക്കളിൽ ജീവിച്ചിരിക്കുന്ന എനിക്ക് തോന്നുന്നു അബ്ദുൽ ഗഫാർ ഉസ്താദ് മാത്രമേ ഉള്ളൂ. അബ്ദുൽ ഗഫാർ മൗലവി എൻ്റെ ഗുരുനാഥനാണ് സ്കൂളിൽ. അദ്ദേഹത്തിന്റെ പിതാവാണ് പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ. ഞാൻ പറയുന്നത് ഒരു വലിയ തുടർച്ച, പാണ്ഡിത്യത്തിന്റെ, ദീനീ പ്രചാരണത്തിന്റെ, ദീനീ വിജ്ഞാനത്തിന്റെ, നവോത്ഥാന പരിശ്രമങ്ങളുടെ ഒരു വലിയ തുടർച്ചയുടെ ആളുകളാണ് നമ്മൾ. ആ തുടർച്ച, അതിന്റെ ഭാഗമായി വന്നു ചേർന്നിട്ടുള്ള, അത് ഇനിയും ഈ നാട്ടിൽ പ്രചരിപ്പിക്കേണ്ട ആളുകളാണ് നമ്മൾ.
ഇനി നമ്മുടെ സലഫി സ്ഥാപനങ്ങളിലേക്ക് വരുമ്പോൾ 1952 നമ്മുടെ പഴയ സലഫി പള്ളി അതിന്റെ പണി ആരംഭിക്കുന്നത്. CMC ചാത്തേരിയിൽ, CMC ചേക്കുമരക്കാരകത്ത് ചാത്തേരി അവറാൻകുട്ടി സാഹിബിന്റെ സഹോദരി ഖദീജ ആ മഹദി നൽകിയ 36 സെന്റ് സ്ഥലത്താണ് 1952 നമ്മുടെ പഴയ സലഫി പള്ളിയുടെ പണി തുടങ്ങുന്നത്. 1953 താലൂക്കാട് അലമുൽ ഹുദ മദ്രസ തുടങ്ങിയിരുന്നു എന്ന് ഇന്നുമുള്ള അതിന്റെ ശിലാഫലകങ്ങൾ കാണുന്നുണ്ട്. 1953 തുടങ്ങി എന്നുള്ളത്. 1952 പണി തുടങ്ങിയ നമ്മുടെ പഴയ സലഫി മസ്ജിദ് 1955 ജൂൺ 30 ജുമാ നിർവഹിച്ചുകൊണ്ട് KM മൗലവിയാണ് ഉദ്ഘാടനം ചെയ്തിരുന്നത്. വെള്ളിയാഴ്ച ജുമാ നിർവഹിച്ചുകൊണ്ട് KM മൗലവി ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം വിദ്യാർത്ഥികൾ മതപഠനം നടത്തിയിരുന്നതും പറവണ സലഫി മദ്രസ വരുന്നത് വരെ മതപഠനം നടത്തിയിരുന്നതും ഈ പള്ളിയിൽ വെച്ചായിരുന്നു. എൻ്റെ ഉപ്പൊക്കെ അന്ന് പള്ളിയിൽ വെച്ച് മദ്രസ തുടങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിയാണ്. പിന്നെ ഉമ്മൊക്കെ മദ്രസയിൽ വരുന്നത് പറവണ സലഫി മദ്രസ തുടങ്ങിയതിന് ശേഷമാണ്. അന്ന് നമ്മുടെ ഖത്തീബുമാരായിട്ടുണ്ടായിരുന്നത് ഇസ്ഹാഖ് മൗലവി, നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മുടെ അബ്ദുസമദിന്റെ വാപ്പ, അയിനിക്കാട്ടെ അബ്ദുസമദിന്റെ വാപ്പ ഇസ്ഹാഖ് മൗലവി. അതേപോലെ തന്നെ തൃപ്പനച്ചി CP കുഞ്ഞുമതിൻകുട്ടി മൗലവി, അതേപോലെ KKN ജമാലുദ്ദീൻ മൗലവി, അലവി മൗലവി എടവണ്ണ തുടങ്ങിയ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഒന്നാം നിര നേതാക്കന്മാരും പണ്ഡിതന്മാരുമാണ് നമ്മുടെ സലഫി പള്ളിയിൽ ഖുത്ബ നിർവഹിച്ചിരുന്നത്. പിന്നീട് ഈ നവോത്ഥാനത്തിന്റെ നല്ല നാളുകൾ കരിഞ്ഞു തുടങ്ങി. അത് എപ്പോഴാന്ന് വെച്ചാൽ 12 വർഷം നമ്മുടെ പറവണ്ണ പഴയ സലഫി പള്ളിയിൽ, തോട്ടിൻ്റെ അകത്തുള്ള പള്ളിയിൽ ചേകനൂർ മൗലവി എന്ന അബുൽ ഹസൻ മൗലവി, നമ്മുടെ പറവണ്ണക്കാരനായ പുതിയാപ്പിള, അദ്ദേഹം ഖത്തീബ് ആയതിനു ശേഷമാണ് പുതിയ ചിന്താഗതികൾ അദ്ദേഹം മിമ്പറിലൂടെയും ക്ലാസ്സുകളിലൂടെയും പറയാൻ വേണ്ടി തുടങ്ങി. അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങളിലൂടെയും അദ്ദേഹം അത് പ്രചരിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. ദീനിനെ സ്നേഹിച്ചിരുന്ന, അള്ളാഹുവിനെ ഭയപ്പെട്ടിരുന്ന, സ്വർഗം ആഗ്രഹിക്കുകയും നരകം ഭയപ്പെടുകയും ചെയ്തിരുന്ന സത്യവിശ്വാസികളായ സഹോദരങ്ങളിൽ സംശയത്തിന്റെ വിത്ത് പാകിയത് നമ്മൾ ഇന്നും മൗലവി എന്ന് ബഹുമാനത്തോട് ഒരു പക്ഷെ വിളിക്കുന്ന ചേകനൂർ മൗലവിയാണ്. ആ ചേകനൂർ മൗലവിയുടെ ആശയങ്ങൾ പിന്നീട് ഒരു മതം പോലെ തന്നെ ചേകനൂരിസം എന്ന പേരിൽ അറിയപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഇന്നും നമ്മുടെ പഴയ കാലത്തുള്ള മുജാഹിദുകളായിട്ടുള്ള ആളുകള് ആ ചേകനൂരിസത്തിൽ നിന്ന് മുക്തരായിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ പല കാര്യങ്ങളും പറയുമ്പോൾ അത് അംഗീകരിക്കാനുള്ള മടി, അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പശു ചത്തിട്ടും മോരിലെ പുളി മാറിയിട്ടില്ല നമ്മൾ പറയാറുണ്ടല്ലോ. ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ചേകനൂരിസ ഹദീസ് നിഷേധ പ്രവണതകൾ ഉള്ളത് കൊണ്ടാണ് വിശുദ്ധ ഖുർആാനും ഹദീസുകളും ഉദ്ധരിച്ച് നമ്മൾ ഉത്ബോധനം നടത്തുമ്പോൾ അത് അവരുടെ തലമണ്ടയിൽ കയറാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം, അവരുടെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കി അവരോട് പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. അത്രമാത്രം സ്വാധീനം. ഇന്നും നമ്മൾ ആ ദുസ്വാധീനത്തിന് മുക്ത. 12 വർഷേ അദ്ദേഹം നമ്മുടെ പള്ളിയിൽ ഖുത്ബ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളൊരു പക്ഷെ കണ്ടിട്ടുണ്ടാവും, എൻ്റെ പ്രായമുള്ള ആളുകളെ കണ്ടിട്ടുണ്ടാവും, ചൈന അബൂബക്കർ എന്നറിയും. ചൈന അബൂബക്കർ, ചൈനക്കാരനായ അബൂബക്കർ, നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. അദ്ദേഹമാണ് ചേകനൂർ മൗലവിയെ മിമ്പറിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ച് വെള്ളം കുടിപ്പിച്ച് അദ്ദേഹം ഇത് ഇട്ടെറിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് പ്രേരിപ്പിച്ചത്. അദ്ദേഹം പറയുന്ന മതവിരുദ്ധമായ കാര്യങ്ങളെ ചോദ്യം ചെയ്തിരുന്നത് ചൈനയിൽ നമ്മുടെ ബായ് എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലുള്ള ഒരാള് മലേഷ്യയിലെ ഒരു തെരുവിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പയ്യനായിരുന്നു ചൈന പോക്കരിക്ക. ആ ചൈന പോക്കരിക്കയാണ് അദ്ദേഹത്തോട് പ്രസംഗിക്കുമ്പോൾ ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുകയും എതിർക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. അന്ന് മിക്കവാറും ഈ നാട്ടിലുള്ള മുജാഹിദുകളായ എല്ലാ പ്രായത്തിലുള്ള ആളുകളെ അദ്ദേഹത്തിന്റെ സ്വാധീനത്തിന് വഴങ്ങിയിരുന്നു. പക്ഷെ കുറച്ച് ആളുകൾ, അള്ളാഹു അനുഗ്രഹിച്ച കുറച്ച് ആളുകൾ, കുറച്ച് ചെറുപ്പക്കാര് അതിനെതിരെ ഇന്നഹും ഫിത്യത്തുൻ ആമനു ബി റബ്ബിഹിം വസിദ്നാഹും ഹുദ എന്ന് പറഞ്ഞ് സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ ഓതാറുള്ളത് പോലെ കുറച്ച് ചെറുപ്പക്കാർ ഈ ചേകനൂരിസത്തിനെതിരിൽ രംഗത്ത് വന്നു. അതില് കുറെ ആളുകളുണ്ട്. ഞാൻ ചില ആളുകളെ പേര് മാത്രം എനിക്കറിയുന്നത് പറയാം, നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ്. CM മുഹമ്മദ് കുട്ടി എന്ന എൻ്റെ മൂത്താപ്പ, എൻ്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തി ഖദീജ കുട്ടിയുടെ ഭർത്താവായിരുന്ന CM
മുഹമ്മദ് കുട്ടി, അതേപോലെ എൻ്റെ പിതാവ് CM മുഹമ്മദ് ഇന്നും ജീവിച്ചിരിക്കുന്നു, അതേപോലെ CMC ഉമ്മർ മാഷ്, ഇന്നും ജീവിച്ചിരിക്കുന്ന PT മുഹമ്മദ് താഹിർ സാഹിബ്, നമ്മുടെ ഭരണ കമ്മിറ്റിയിലൊക്കെ ഇന്നുമുള്ള അഡ്വൈസറി ബോർഡ് മെമ്പറാണ് PT മുഹമ്മദ് താഹിർ സാഹിബ്. ഇങ്ങനെയുള്ള ഒരു പറ്റം ചെറുപ്പക്കാരാണ് അന്ന് ചേകനൂരിനെതിരെ ആദർശ യുദ്ധം നയിച്ച് പിടിച്ചു നിന്ന ആളുകൾ. വേറെ ആളുകളുണ്ടാവും, നിങ്ങൾക്ക് പങ്കുവെക്കാവുന്നതാണ്. 1972 ഏപ്രിൽ 1-ാം തീയതിയാണ് എൻ്റെ മൂത്താപ്പ CM മുഹമ്മദ് കുട്ടി സാഹിബ് അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞത്. ഞാൻ ജനിച്ച് 26-ാമത്തെ ദിവസം. വളവന്നൂർ അൻസാർ അറബി കോളേജ് കമ്മിറ്റി അംഗവും തിരൂർ താലൂക്ക് മുസ്ലിം ലീഗിന്റെ കൗൺസിലറുമായിരുന്നു മുഹമ്മദ് കുട്ടി സാഹിബ്. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം പറവണ്ണ ISM ശാഖ ഇസ്ലാമിക് ലൈബ്രറി സ്ഥാപിച്ചിരുന്നു. ആ ISMന്റെ കീഴിൽ അക്കാലത്ത് അദ്ദേഹത്തിന്റെ മരണശേഷം ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ മനുഷ്യനും പ്രാർത്ഥനയും മുതൽക്കുള്ള ലഘു ഗ്രന്ഥങ്ങൾ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചിരുന്നു. ലഘുലേഖ നമ്പർ 1 എന്നിങ്ങനെ സീരീസ് ആയിട്ട് ലഘുലേഖകൾ, ചെറിയ ലഘു ഗ്രന്ഥങ്ങൾ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചിരുന്നു. 1-ാമത്തെ ഗ്രന്ഥമാണ് അതിൽ ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ മനുഷ്യനും പ്രാർത്ഥന, മനുഷ്യൻ എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്നതിന് ഉത്തരമാണ് അതിൽ പറയുന്ന പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. ഇതേപോലെ CMC ഉമ്മർ സാഹിബിനെ പറ്റി നമുക്ക് പറയാതെ പോകാൻ കഴിയില്ല. പരപ്പനങ്ങാടി പാലത്തിങ്ങലിൽ ആ കടലുണ്ടിപ്പുഴയുടെ മാട്ടുമല്ലിൽ വെച്ച് നടന്ന ഐതിഹാസികമായ ISMന്റെ വെസ്റ്റ് ജില്ലാ സമ്മേളനത്തിൽ അദ്ദേഹത്തെ ISMന്റെ ജില്ലാ ട്രഷററായിട്ട് തിരഞ്ഞെടുക്കുകയുണ്ട്. അന്ന് സ്ത്രീധനത്തിനെതിരെ യുവാക്കളെ ഒക്കെ പ്രതിജ്ഞയെടുത്ത ഒരു വലിയ സമ്മേളനമാണ്. നമ്മുടെ ഓർമ്മയിൽ, എൻ്റെ ചെറുപ്പകാലത്ത് ഇന്നും ഓർമ്മയിൽ തെളിഞ്ഞു നിൽക്കുന്ന വലിയ ഒരു സമ്മേളനം. 1957 MCC അബ്ദുറഹ്മാൻ മൗലവിയും പതി അബ്ദുൽ ഖാദർ മൗലവിയും തമ്മിൽ പറവണ്ണയിൽ വെച്ചൊരു വാദപ്രതിവാദം നടക്കാൻ വേണ്ടി വ്യവസ്ഥകളൊക്കെ ഉണ്ടാക്കി. പക്ഷേ പതി അതിൽ നിന്ന് പതുക്കെ തലയൂരുകയാണ് ഉണ്ടായത്. പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരെ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ നാട്ടുകാരനായ പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാരാണ്. കറ്റാനത്തുകാരനായ കൊല്ലം ജില്ലയിലെ കായംകുളം ഭാഗത്ത് കരുനാഗപ്പള്ളി കറ്റാനത്തുകാരനായ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരെ, അതായത് റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ എന്ന് പറയുന്ന യാഥാസ്ഥിതിക പക്ഷത്തിന്റെ വലിയ ഒരു വൻതോക്കായിരുന്ന പണ്ഡിതൻ മരണപ്പെട്ടതിന് ശേഷം മുജാഹിദ് പണ്ഡിതന്മാരായ അലവി മൗലവിയെയും മറ്റും പറപ്പൂര അബ്ദുറഹ്മാൻ മൗലവിയെയും മറ്റും നേരിടാൻ യാഥാസ്ഥിക പക്ഷത്ത് ആളില്ലാതെ വന്നപ്പോൾ കരുനാഗപ്പള്ളി കറ്റാനത്ത് നിന്ന് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരെ ഇങ്ങോട്ട് എഴുന്നള്ളിച്ചത് കൊണ്ട് നമ്മുടെ നാട്ടുകാരനായ പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാരാണ്. അങ്ങനെ ആ പതിയും MCC അബ്ദുറഹ്മാൻ മൗലവിയും തമ്മിലുള്ള വാദപ്രതിവാദം പതി മുങ്ങിയത് കൊണ്ട് നടക്കാതെ പോയി. അതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായും നമ്മുടെ പറവണ്ണ സെൽഫി പള്ളിയിൽ വെച്ചിട്ടാണ് അതിൻ്റെ ആസൂത്രണങ്ങളും യോഗങ്ങളും ഒക്കെ നടന്നത്. അതിന് മുൻകൈയെടുത്തിരുന്നതിൽ പ്രധാനിയാണ് പുല്ലൂർ ബാപ്പു. പിന്നീട് ചേകനൂർ മൗലവി മുജാഹിദായി നിൽക്കുന്ന കാലത്ത് ചേകനൂർ മൗലവി EK ഹസൻ മുസ്ലിയാരും തമ്മിൽ വാദപ്രതിവാദം നടക്കുകയുണ്ടായി. നമ്മുടെ CMC അവറാൻകുട്ടി സാഹിബിന്റെ തുണിക്കടയുടെ ആ അടുത്ത് സമീപത്ത് വെച്ച്. പിന്നീട് അവിടെയാണ് നമ്മുടെ അബ്ദുസമദ് സാഹിബിന്റെ ഉപ്പ CP ഉമർ സാഹിബ് തുണിക്കച്ചവടം നടത്തിയിരുന്നത്. CMC അവറാൻകുട്ടി സാഹിബിന്റെ ആ കച്ചവട പാരമ്പര്യം പിന്തുടർന്നുകൊണ്ട് 1958 ജൂൺ 6-നാണ് സെലഫി മദ്രസയിൽ വെച്ച് സെൽഫി കമ്മിറ്റി ജമിഅത്ത് സെൽഫി സ്ഥാപിച്ചത്. 1958 സെപ്റ്റംബർ 19 സെൽഫി പള്ളിയിൽ വെച്ച് അതിന്റെ ഭരണഘടന അംഗീകരിച്ചു. എടവണ്ണ അലവി മൗലവിയാണ് ഭരണഘടന തയ്യാറാക്കിയത്. 1958 ഒക്ടോബർ 5 വൈകുന്നേരം 4 മണിക്ക് പറവണ്ണ സെൽഫി മദ്രസയുടെ പുതുതായി നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. വിശാലമായ സെൽഫി മൈതാനിയിലെ കമനീയമായി അലങ്കരിച്ച പന്തലിൽ വെച്ച് നടന്ന ഉദ്ഘാടന സമ്മേളനം പിണങ്ങോട് CK മമ്മു ഹാജി സാഹിബ് അതിൽ അധ്യക്ഷനായിരുന്നു. വിദ്യാർത്ഥികളുടെ അറബി ഗാനത്തിന് ശേഷം അലവി മൗലവി എടവണ്ണയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. CA മുഹമ്മദ് മൗലവിയാണ് സ്വാഗത പ്രസംഗം നടത്തിയത്. കരുവള്ളി മുഹമ്മദ് മൗലവി, CP അബൂക്കർ മൗലവി, AK അബ്ദുൽ ലത്തീഫ് മൗലവി, K ഉമർ മൗലവി തുടങ്ങിയ ആളുകളൊക്കെ പ്രസംഗിച്ചു. ആ പരിപാടി അവസാനിക്കുന്നത് കുട്ടികളുടെ കലാപരിപാടിയും പ്രസംഗമൊക്കെ, അധ്യക്ഷന്റെ സമാപന പ്രസംഗമൊക്കെ അവസാനിക്കുന്നത് രാത്രി 12:30 അസ്ർ കഴിഞ്ഞ് 4 മണിക്ക് തുടങ്ങിയ സമ്മേളനം. ആ സമ്മേളനത്തിന്റെ റിപ്പോർട്ട് 1958 നവംബർ മാസം അൽമനാർ മാസികയിൽ 9 പേജിൽ നമ്മുടെ പറവണ്ണ സെൽഫി മദ്രസ ഉദ്ഘാടനത്തിന്റെ റിപ്പോർട്ടുണ്ട്, അതിൻ്റെ കയ്യിലുണ്ട്. എല്ലാ ഭാഗത്തുനിന്നും ആളുകൾ അങ്ങോട്ട് വന്നു.
പിന്നീട് ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സംഘടിതമായൊരു മുന്നേറ്റമാണ് നടന്നത്. എൻ്റെ ചെറുപ്പകാലത്ത് പറവണ്ണ സെൽഫി മൈതാനത്ത് 10 ദിവസം നീണ്ടു നിൽക്കുന്ന വാല് പരമ്പര, രാത്രി മഗ്‌രിബിന് ശേഷമുള്ള വാല് പരമ്പര ഉണ്ടാകാറുണ്ടായിരുന്നു. എല്ലാ വർഷവും 3 ദിവസം നീണ്ടു നിൽക്കുന്ന മദ്രസ വാർഷികം ഉണ്ടാകുക. അതേപോലെ എല്ലാ ഞായറാഴ്ചയും ഉച്ചവരെ സാഹിത്യ സമാജം. ഇതൊക്കെ ഇവിടെ ഒരു വലിയ തലമുറ പരിശീലിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ആ വലിയ നല്ല പാട്ടുകൾ, ആദർശം മുറ്റി നിൽക്കുന്ന പാട്ടുകൾ. എൻ്റെ ഉമ്മക്ക് ഇന്നും ആ വാർഷികത്തിന് പാടിയിരുന്ന പാട്ട് പാടാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉമ്മ വേണമെങ്കിൽ എപ്പോഴും പാടിത്തരും. എന്തിതെന്തിത് എന്ന് പറയുന്ന ഓടയം എസ് അബ്ദുൽ അസീസ് ലബ്ബയുടെ വർക്കലക്കാരനായ അദ്ദേഹത്തിന്റെ അൽമനാറിൽ വന്ന മാപ്പിളപ്പാട്ടുകളും ഇസ്ലാമിക ഗാനങ്ങളും ഒക്കെ അവർ പാടിയിരുന്നു. അതേപോലെ പുളിക്കൽ മദീനത്തുൽ ഉലൂം അറബി കോളേജ്, വളവന്നൂർ അൻസാർ അറബി കോളേജിനൊക്കെ സാമ്പത്തികമായി പ്രയാസം വന്നാൽ ഇവിടെ പറവണ്ണയിലേക്കാണ് അവർ ഓടിയെത്തിയിരുന്നത്. സി കെ കുഞ്ഞാമദാജിയെ പോലെയുള്ള ആളുകൾ അതിനുവേണ്ട ഒത്താശകൾ അവർ ചെയ്തു കൊടുത്തിരുന്നു. ചേകനൂരിന്റെ പോരാട്ടത്തിന് ശേഷം കരിമ്പ് കണ്ടത്തിൽ ആന കയറിയതുപോലെ പറവണ്ണ പ്രദേശത്ത് ഇസ്ലാഹി പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിന് പിന്നീട് വന്ന ഖത്തീബുമാര് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിൽ പ്രമുഖനാണ് പാലാഴി മുഹമ്മദ് മൗലവി. പാലാഴി മുഹമ്മദ് മൗലവി വീടുകൾ തോറും ഖുർആൻ ക്ലാസ് നടത്തിയും ഒക്കെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ എടുത്തു പറയേണ്ടതാണ് ഈ ഒരു സന്ദർഭത്തിൽ. നമ്മുടെ ISM പറവണ്ണ ശാഖ കൂടാതെ വള്ളിക്കാഞ്ഞിരം ശാഖ കമ്മിറ്റി ഉണ്ടാക്കുകയും അതിന്റെ കീഴിൽ 1984 ഫെബ്രുവരിയിൽ വള്ളിക്കാഞ്ഞിരം AMLP സ്കൂളിൽ വെച്ച് ഒരു ഏകദിന മതപഠന ക്യാമ്പ്, ആവേശകരമായ ഏകദിന മതപഠന ക്യാമ്പ് നടക്കുകയുണ്ടായി. പറവണ്ണ ISM ശാഖയുടെ കീഴിൽ മെഡിക്കൽ ക്യാമ്പുകളും സുന്നത്ത് ക്യാമ്പുകളും നടന്നു. ബസ് വെയിറ്റിംഗ് ഷെഡുകൾ സ്ഥാപിച്ചു. അങ്ങനെ സമൂഹത്തിലേക്ക് ഇറങ്ങിയ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ എടുത്തു പറയേണ്ട ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ മുന്നിലിരിക്കുന്ന VV മുജീബിന്റെ, നസീമ ടീച്ചറുടെ ഒക്കെ ഉപ്പയായിട്ടുള്ള VV ഹമീദ് സാഹിബ്. പറവണ്ണയുടെ പ്രശസ്തി പുറം ലോകത്ത് ഉയർത്തിയവരിൽ പ്രധാനികളാണ് അവരൊക്കെ, കുഞ്ഞുബായ് സാഹിബിനെ പോലെ തന്നെ. VV ഹമീദ് സാഹിബിന്റെ ഓർമ്മകളെ തുരുത്തിൽ നിന്ന് എന്ന ആത്മകഥയിൽ GN പണിക്കർ പങ്കുവെക്കുന്നുണ്ട്. പറവണ്ണക്കാരനായ VV ഹമീദ് സാഹിബ് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പബ്ലിക് റിലേഷൻസിന്റെ അഡീഷണൽ ഡയറക്ടറായിട്ടാണ് അദ്ദേഹം വിരമിക്കുന്നത്. ആ കാലത്ത് വിദ്യാഭ്യാസപരമായി ഉയർന്ന നിലവാരത്തിലെത്തിയ ടെക്സ്റ്റ് ബുക്ക് ഓഫീസറായിരുന്നു നമ്മുടെ റഹീം സാഹിബിന്റെ ഉപ്പ P കുഞ്ഞുബായ് സാഹിബ്. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് പ്രശസ്തിയിലെത്തിയ, സർക്കാരിന്റെ കുഞ്ചിക സ്ഥാനങ്ങൾ അലങ്കരിച്ചിരുന്ന ഒരുപാട് ആളുകളാണ് നമുക്ക് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ, ഇനി ഇതൊരു അവസാനത്തെ ഒരു പരിപാടിയല്ല. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രം പറവണ്ണയത്തെ നമുക്ക് ഇനിയും പറയാം. ഇവിടെ നമ്മൾ അതിഥികളായി കൂട്ടിക്കൊണ്ടുവന്ന പണ്ഡിതന്മാരുണ്ട്. അവരെ കേൾക്കാൻ വേണ്ടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. വല്ലദീന ജാഹദു ഫീന ലനഹ്ദിയന്നഹും സുബലന വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. നമ്മുടെ മാർഗത്തിൽ അത്യധ്വാനം ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു അവരെ കൂടെ ഉണ്ട്. മുഹ്സിനുകളായ, അള്ളാഹുവിനെ ഇബാദത്ത്, ആത്മാർത്ഥമായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന മുഹ്സിനുകളായ ആളുകൾക്ക് അള്ളാഹു അവരെ കൂടെയുണ്ട്. നമ്മുടെ വഴികൾ അവർക്ക് തുറന്ന് കൊടുക്കും. അത് നമ്മളെ സംബന്ധിച്ച് പുലരണം. അതിനുവേണ്ടി ആത്മാർത്ഥമായി എല്ലാ എതിർപ്പുകളും പ്രയാസങ്ങളും മറികടന്ന് നമ്മൾ പ്രവർത്തിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സ്വർഗത്തിൽ കുടുംബസമേതം പ്രവേശിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.